ഫ്രിസ്നെസ്സും ഡ്രൈനെസ്സും ഒക്കെ കൊണ്ട് നിങ്ങളുടെ മുടി മാനേജ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മാസ്കാണിത്. ഇത് ഹെയറിനും ഫേസിനും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു മാസ്കിൻ്റെ പ്രത്യേകത. ഈ പാക്ക് തയ്യാറാക്കാൻ കെമിക്കലായിട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഈ പഴം. ഇഷ്ടമുള്ള പഴം എടുക്കുക. അത് നല്ല രീതിയിൽ പഴുത്ത പഴമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1 സ്പൂൺ തൈരാണ്. ഈ തൈര് അലർജി ഉള്ളവർക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നമ്മുടെ പശുവിൻ പാലോ ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ അലോവേറ ജെല്ലാണ്. ഞാൻ വീട്ടിലുള്ള അലോവേറ ജെല്ലാണ് ചേർക്കുന്നത്. ഇനി ഇതിനെല്ലാം നല്ലതുപോലെ അരച്ചൊരു പേസ്റ്റ് പരുവത്തിലാക്കണം. ഇനി ഒരു പല്ലകലമുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് നമ്മുടെ ഹെയർ നല്ലതുപോലെ ചീപ്പണം. ഇനി നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതൊരു കുറച്ചെടുത്ത് നിങ്ങളുടെ മുടിയുടെ എല്ലായിടത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ആ പാക്കിൻ്റെ അകത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ ഓയിൽ ചേർക്കാവുന്നതാണ്. ഓയിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാക്ക് നമുക്ക് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാം. ഈ പാക്ക് നമ്മുടെ മുടിയുടെ എല്ലായിടത്തും നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കണം. കാരണം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മാസ്കാണിത്. ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യാവും. വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാം. ഹെയർ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഷാമ്പു ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ പിറ്റേ ദിവസമാണ്. എങ്കിൽ മാത്രമേ ഹെയർ നല്ലതുപോലെയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് മുടി ഒന്ന് സ്മൂത്ത് ആയതുപോലെയും നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ആയി കിട്ടും. കെമിക്കലൊന്നും തന്നെ ഇതിൽ ചേർക്കാത്തതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമ്പോൾ ഇതേ കണക്കത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്.